ബിസേമാബറൂഹോ കാദീശോ ഹാദാലോഹോ ഷാറീറോ ആമി. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ ഭാഗമായിട്ട് മോർ ഏലിയാസ് സ്കൂൾ ഓഫ് സിറിയക്കിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സുറിയാനി ഭാഷാ പഠനത്തിൽ അക്ഷരങ്ങൾ അതിൻ്റെ രീതി എന്താണെന്ന് നാം നേരത്തെ പല എപ്പിസോഡുകളിലായിട്ട് കണ്ടു. ആ എപ്പിസോഡുകൾ നേരത്തെ കണ്ടിട്ടുള്ളവരും കണ്ടിട്ടില്ലാത്തവരത് കാണുകയും ചെയ്യുകയാണെങ്കിൽ അക്ഷരങ്ങളുടേതാകുന്ന രീതിയും അതിൻ്റെ ഉച്ചാരണവും ആകൃതിയും വടിവുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയും ഇന്ന് നാം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അക്ഷരങ്ങൾ എങ്ങനെയാണ് ഒന്ന് എഴുതുന്നത് എന്ന് പഠിക്കുവാൻ വേണ്ടിയാണ്. സുറിയാനി അക്ഷരങ്ങൾ എഴുതണമെങ്കിൽ അതിൻ്റെ വടിവട്ട രീതിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ 4 വരെയിട്ട ബുക്കുകളാണ്, പേപ്പറാണ് ഏറ്റവും നല്ലത്. കാരണം 4 വരെയിട്ട ബുക്കിൽ പേപ്പറിൽ എഴുതുമ്പോൾ ആ അക്ഷരങ്ങളുടെ വലിപ്പച്ചെറുപ്പം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം ഒരു പേപ്പറിൽ എഴുതി പഠിക്കുന്നതായിരിക്കും ആ അക്ഷരങ്ങളുടെ വടിവ് ഒത്തുകിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. അതിൽ ആദ്യത്തെ അക്ഷരം ഓലഫ് ആണ് എന്നും ആ അക്ഷരങ്ങൾ 22 അക്ഷരം നമ്മൾ ഓലഫ്, ബെസ്, ഗോമൽ, തോലത്, ഹേ, വാവ്, സായ്, ഹേസ്, തേസ്, യൂത്ത്, കോഫ്, ലോമത്, മീം, നൂൻ, സെമക്കാസ്, എ, ഫേ, സോദെ, കോഫ്, റീഷ്, ഷീൻ, ത എന്ന 22 അക്ഷരങ്ങളും ആ അക്ഷരങ്ങളിൽ രൂപമാറ്റം വരുന്ന ചില അക്ഷരങ്ങളെക്കുറിച്ചും നാം നേരത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അക്ഷരങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ അക്ഷരം ഓലഫ്. ഓലഫ് ഓലഫ് എഴുതുന്നത് 4 വരെയുള്ള ആ ലൈനിൽ അതിൻ്റെ മുകളിലത്തെ ലൈനിൽ നിന്ന് 3ാമത്തെ ലൈനിൻ്റെ താഴെ വരെയായിട്ടാണ് അത് ഒന്ന് നിൽക്കേണ്ടത്. 4ാമത്തെ വരിയിൽ മുട്ടണ്ട, 3ാമത്തേൻ്റെ ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് വന്ന് നിൽക്കുക. അത് എങ്ങനെയാണ് എഴുതുന്നത്? ഒരു ചെറിയ കുത്ത് കെട്ടിട്ട് അത് നേരെ താഴേക്ക്. ഇത് മലങ്കര സർത്തോയാണ്. സുറിയാനി ഭാഷ അക്ഷരങ്ങൾ അത് 3 സ്ക്രിപ്റ്റുകളുണ്ട്. എസ്രങ്ങേലയുണ്ട്, ഈസ്റ്റ് സിറിയക്കുണ്ട്, വെസ്റ്റ് സിറിയക്കുണ്ട്. നാം പഠിച്ചിരിക്കുന്നത് വെസ്റ്റ് സിറിയക്കാണ്. വെസ്റ്റ് സിറിയക്കിൽ അതിലും വ്യത്യസ്തമായ അക്ഷരങ്ങൾക്ക് അല്പസ്വല്പം വ്യത്യാസമുണ്ട്. എന്നാൽ ഇവിടെ പഠിപ്പിക്കുന്നത് മലങ്കര സഭയിൽ ഇന്ന് പ്രചാരത്തിൽ ഇരുന്നിരിക്കുന്നതായ മലങ്കര സർത്തോയാണ് ഇവിടെ ഇപ്പോൾ എഴുതി കാണിക്കുന്നത്. അതിൽ ഒന്നാമത്തെ അക്ഷരം ഓലഫാണ്. ആ ഓലഫ് എന്ന അക്ഷരം മുകളിലത്തെ ലൈൻ തൊട്ട് 3ാമത്തെ ലൈനിൻ്റെ താഴെ വരെ വന്ന് നിൽക്കുന്നതാണ്. ഒന്നുകൂടെ കാണിക്കാം. ഓലഫ്, ഓലഫ്. രണ്ടാമത്തെ അക്ഷരം ബേസ്. ബേസ് 4 വരയിൽ 2ാമത്തെ ലൈനിൻ്റെയും 3ാമത്തെ ലൈനിലും ചേർന്നായിട്ട് വരുന്നത്. ഈ 2 ലൈനുകൾക്കിടയിലായിട്ടാണ് വരുന്നത്. മുകളിൽ നിന്ന് ഇവിടെ നിന്ന് തുടങ്ങണം, താഴത്തെ ലൈന് വന്നിട്ട് ഇങ്ങനെ ബേസ്. ബേസിന് ഇച്ചിരി നീളം വേണം. ബേസ്. 3ാമത്തെ അക്ഷരം ഗോമൽ. ഗോമൽ 3ാമത്തെ ലൈനിൽ നിന്ന് തുടങ്ങി 4ാമത്തെ ലൈനിൻ്റെ മുകളിൽ വരെ വന്നിട്ട് തിരിച്ചു വന്ന് ഈ 3ാമത്തെ ലൈനിൽ അവസാനിക്കുകയാണ്. ഗോമൽ തുടങ്ങുന്നത് ഇങ്ങനെ, ഗോമൽ. 4ാമത്തെ അക്ഷരം 3ാമത്തെ ലൈനിൽ തുടങ്ങി ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങി വന്ന് റാ പോലെ വന്ന് താഴോട്ട് വന്ന് താഴെ ഒരു കുത്തുമായിട്ടാണ്. താഴെ ഒരു കുത്ത്, ഇവിടെ ഷെയ്ഡ് ചെയ്യണം. ദോലത്ത്. അടുത്തത് ഹേ. ഹേ എഴുതുന്നത് ഇങ്ങനെ ഒരു വട്ടം വരച്ച്
ഇങ്ങനെ വട്ടം വരച്ച് ഇവിടെ വന്ന് ഇങ്ങനെ മലങ്കര സ്വരത്തോടെ രീതിയിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. ഹേ. അടുത്ത് വാവ്. വാവ് എഴുതുന്നത് ഇവിടെ ഇങ്ങനെ തുടങ്ങി വാവ്. അടുത്തത് സായ്. ഓലഫ് ബേസ് ഗോമൽ ദോലത് ഹേ വാവ് സായ്. സായ് എന്ന് പറയുന്നത് ഓലഫ് പോലെയാണ്, പക്ഷേ ഓലഫിൻ്റെ അത്രയും പൊക്കമില്ല. ഈ 2 ലൈനിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. സായ് സായ്. അടുത്തത് ഹേസ്. ഹേസ്. ഹേസിൻ്റെയൊക്കെ ഉച്ചാരണം നമ്മൾ മുൻപ് എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഹേസ്. 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 അടുത്തത് തേസ്. തേസ് ആദ്യത്തെ ലൈൻ്റെ അവിടെ തുടങ്ങി ഇങ്ങനെ വന്നിട്ട് മൂന്നാമത്തെ ലൈൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. തേസ്. തേസ്. അടുത്തത് ഏറ്റവും ചെറിയ അക്ഷരമാണ് യൂത്. 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 ഇവിടെ ചെറിയൊരു പൊക്കവേ ഉള്ളൂ. യൂത്ത്. യൂത്ത്. അടുത്ത അക്ഷരം കോഫാണ്. അത് ബേസ് പോലെയാണ്. ബേസിൻ്റെ ഇത്രയും നീളമില്ല. അല്പം വളഞ്ഞാണ്ടിരിക്കുന്നത്. ബേസിനോട് ഏറെക്കുറെ സാമ്യമുള്ളതാണെന്ന് അത്ര നീളമില്ല. അത് ശ്രദ്ധിക്കണം. കോഫ്. 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 ശ്രദ്ധിക്കുക. ബേസിനിവിടെ നീളമുണ്ട്, കോഫിനിവിടെ നീളക്കുറവാണ്, താഴോട്ട് അല്പം വളഞ്ഞിരിക്കും. കോഫ്. അടുത്തത് ലോമത്. ലോമത് മൂന്നാമത്തെ ലൈനിൽ നിന്ന് ആദ്യത്തെ ലൈനിലേക്കാണ് പോകുന്നത്. ലോമത്. ഇങ്ങനെ വരും. ലോമത്. അടുത്ത അക്ഷരം മീം. മീം ഈ 2 ലൈനിലായിട്ടാണ് ഒതുങ്ങി വരുന്നത്. മീം. മീം. ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മീം. അടുത്തത് നൂൻ. നൂൻ 2 ലൈനിൽ ഒതുങ്ങി വരുന്നതാണ്. നൂൻ. നൂൻ. അടുത്തത് സമക്കസ്. സമക്കസ്. അടുത്ത അക്ഷരം എ. എ ലോമതിൻ്റെ ചെറുതാണ്. ലോമത് പോലെയാണ്, ലോമതിൻ്റെ ചെറുതാണ്. എ. ഒന്ന് കാണിക്കാം. ഓലഫ്. ഓലഫ്. ഇവിടുന്ന് തൊട്ട് ഓലഫ് ബേസ് ഗോമൽ ദോലത്. ഇവിടെ ഷെയ്ഡ് ചെയ്യണം. താഴെ കുത്ത്. ഹേ. ഇവിടെ ഹേ. ഹേ ഇങ്ങനെ എഴുതി ഇവിടുന്ന് ഇങ്ങോട്ട് വരാം. ഹേ. വാവ്. 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 സായ് ഓലഫിൻ്റെ ചെറിയതാണ്. സായ്. ഇവിടുന്ന് സായ്. ഹേസ്. ഹേസ്. തേസ്. തേസ്. യൂത്ത്. യൂത്ത്. കോഫ് ബേസിൻ്റെ അത്ര നീളമില്ല, താഴോട്ട് വളഞ്ഞാണ്. കോഫ്. കോഫ്. ലോമത്. ലോമത്. മീം. 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 നൂൻ. നൂൻ. സമക്കസ്. സമക്കസ്.
എ എ. അടുത്ത അക്ഷരം ഫെ ആണ്. ഫെ അത് ബേസ് പോലെ ബേസിനോട് അല്പം സാമ്യമുണ്ട്, എന്നാൽ അകത്തോട് അല്പം ചുറ്റിക്കെട്ടുള്ളതാണ്. 2 ലൈനിൽ വരുന്നതാണ് ഫെ. ഫെ ഇങ്ങനെ ചുറ്റിക്കെട്ടുണ്ട്. ഫെ 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 ഫെ. അടുത്തത് സോദെ. സോദെ 3ാമത്തെ ലൈനിൽ നിന്നാണ്. 4ാമത്തെ ലൈന് മുട്ടുകയില്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ വളവ് കൂടിയുണ്ട്. സോദെ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ ചെന്നിട്ട് ചെറിയൊരു വളവോടുകൂടി സോദെ സോദെ. അടുത്തത് കോഫ്, മുട്ടുന്ന കോഫ്. കോഫ് 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 കോഫ്. അടുത്തത് റീഷാണ്. റീഷ് ദോലത് പോലെ എഴുതുന്നതാണ്. ദോലത്തിന് താഴെയാണ് കുത്ത്, റീഷിന് മുകളിലാണ് കുത്ത്. ഇത്രയും വ്യത്യാസം. ഇത് മാറിപ്പോയത്. ദോലത്തിന് താഴെയാണ് കുത്ത്, റീഷിന് മുകളിലാണ്. ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് റീഷ്. അടുത്തത് ഷീൻ. ഷീൻ ഷീൻ മലങ്കര സർത്തോയിലും നേരെ ട്രയാങ്കിളിലാണ് രീതിയിലാണ് വരുന്നത്. എന്നാൽ മറ്റുള്ളിടത്ത് ഇച്ചിരി അങ്ങോട്ട് വ്യത്യസ്തതയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇവിടുത്തെ രീതിയിൽ എഴുതാം. ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ട് ഷീ ഷീ. അടുത്തത് താവ്. താവ് താവ് മുകളിലത്തെ ലൈനിൽ നിന്ന് തുടങ്ങി 3ാമത്തെ ലൈനിൽ വരുന്നു. താവ് മുകളിൽ നിന്ന് തുടങ്ങി താവ് താവ്. ഇപ്പോൾ പറഞ്ഞോട്ടെ. ഓലഫ്, ബേസ്, ഗോമൽ, ദോലത്ത്, ഹേ, വാവ്, സായ്, ഹേസ്, തേസ്, യൂത്ത്, കോഫ്, ലോമത്ത്, മീം, നൂൻ, സമക്കാസ്, യെ, ഫേ, സോദെ, കോഫ്, റീഷ്, ഷീൻ, താവ്. ഈ അക്ഷരങ്ങളിൽ ചില അക്ഷരങ്ങൾക്ക് രൂപവ്യത്യാസം വരുമെന്ന് പറഞ്ഞാൽ അതിൽ ദോലതെന്ന അക്ഷരത്തിന് ഒരു അല്പം രൂപവ്യത്യാസം വരും. അതുപോലെ തന്നെ ഈ ഹേസ്, തേസ് എന്നിവയ്ക്ക് ഇടത്തോട്ട് വരെയുള്ള അക്ഷരങ്ങളിലൂടെ ഒരു ചെറിയ കണക്റ്റിംഗ് ലിങ്ക് വരും. അങ്ങനെ വരും. കോഫിന് ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ പ്രകടമായ രൂപവ്യത്യാസം വരുമെന്ന് നേരത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലോമതിനും അതുപോലെ തന്നെ ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ പ്രകടമായ രൂപവ്യത്യാസം വരും. മീമിനും ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ പ്രകടമായ രൂപവ്യത്യാസം വരും. നൂനിന് ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ പ്രകടമായ രൂപവ്യത്യാസം വരും. എയ്ക്ക് ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ പ്രകടമായ രൂപവ്യത്യാസം വരും. അതുപോലെ തന്നെ
റീശ ഇടത്തോട്ട് വരെയുള്ള അക്ഷരത്തിൻ്റെ കൂടെ വരുമ്പോൾ അല്പരൂപ വ്യത്യാസം വരും. താവിനും ഇടത്തോട്ട് വരെയുള്ള അക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കണക്റ്റിംഗ് ലിങ്ക് കൂടെ വരും. അത് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം ഇടത്തോട്ട് വരെയുള്ള അക്ഷരങ്ങളെ കൂടെ വരുമ്പോൾ ഈ ദോലതിന് പ്രകടമായ രൂപവ്യത്യാസം വരും. അപ്പോൾ ദോലത് എഴുതുന്നത് ഇങ്ങനെ വന്നിട്ട് താഴോട്ടൊരു വര മാത്രമേ ഉള്ളൂ, എന്നിട്ട് താഴെ ഒരു കുത്താണ്. അത് ഇടത്തോട്ട് വരെയുള്ള അക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ, ഉദാഹരണം ബേസ് പോലെ ഒരു അക്ഷരം വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ വരുമ്പോൾ ഇങ്ങനെ താഴോട്ട് വര വെച്ച് ഒരു കുത്തയും. അതുപോലെ തന്നെ ഹേസിനാണെങ്കിൽ ഇടത്തോട്ട് വരെയുള്ള അക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ ഹേസിന് ചെറിയ ഒരു വ്യത്യാസം വരും. ഇങ്ങനെ ഒരു ചെറിയ കണക്റ്റിംഗ് ലിങ്ക് കൂടെ വരും. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും. അതുപോലെ തന്നെ തേസിനാണെങ്കിലും ഇടത്തോട്ട് വരെയുള്ള അക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കണക്റ്റിംഗ് ലിങ്ക് കൂടെ വരും. ഇനിയും നമുക്ക് നോക്കാം. ഈ റീഷ് എന്ന അക്ഷരം ഇടത്തോട്ട് വരെയുള്ള അക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ റീഷിന് പറ്റുന്ന വ്യത്യാസം, അത് ഇങ്ങനെ വന്നിട്ട് മുകളിൽ കുത്തായിരിക്കും. നോക്കണം, ദോലതിന് താഴെ കുത്ത്, റീഷിന് മുകളിൽ കുത്ത്, രണ്ടും ഏറെക്കുറെ സെയിം ആയിട്ട് വരും. പക്ഷേ കുത്തുകളുടെ വ്യത്യാസത്തിൽ ഇത് ദോലതാണെന്നും ഇത് റീഷാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇടത്തോട്ട് വരെയുള്ള അക്ഷരങ്ങളുടെ കൂടെ വരുമ്പോഴാണ് ഇതിൽ വ്യത്യാസം വരുന്നത്. ഇനിയും ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ രൂപവ്യത്യാസം വരുന്ന അക്ഷരങ്ങളാണ് ഖോഫ്, ലോമത്, മീമ്, നൂന്, ഏ. ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ ഖോഫിന് വരുന്ന രൂപവ്യത്യാസം ഇപ്രകാരമാണ്. അത് ഇങ്ങനെയായിട്ട് വരും. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ ഖോഫ് ഇങ്ങനെ. ലോമത് ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ ആ രണ്ട് ലൈനും ഒരുപോലെ 45 ഡിഗ്രിയിൽ ഇങ്ങനെ ചെരിഞ്ഞ് വരും. ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ ലോമത് ഇങ്ങനെയാകും. മീമും അതുപോലെ തന്നെ ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ ഉണ്ടാകുന്ന മീമിൻ്റെ വ്യത്യാസം ഇങ്ങനെയാവും. മീം ഇങ്ങനെയാവും. ഇനിയും നൂൻ ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ ഇങ്ങനെ താഴോട്ടൊരു കോമ പോലെയായി, ഇടത്തോട്ട് കോമ തിരിച്ചിടുന്ന പോലെയാവും നൂൻ. ഇനിയും എ ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ നമ്മൾ ലോമത് പോലെയാണ്, ലോമത്തിൻ്റെ ചെറുതാണ് എ എന്ന് പറഞ്ഞ പോലെ ലോമത് പോലെ തന്നെ അതിൻ്റെ എൻഡിങ് പോലെ തന്നെ എയും അതുപോലെ ചെരിഞ്ഞായിരിക്കും, രണ്ട് ലൈനിൽ ഒതുങ്ങത്തക്ക രീതിയിലായിരിക്കും. ഇങ്ങനെയാണ് ഈ അക്ഷരങ്ങൾക്ക് ഖോഫ്, ലോമത്, മീമ്, നൂന്, എ എന്ന അക്ഷരങ്ങൾ ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ഖോഫ്, ലോമത്, മീം, നൂൻ, എ. ഖോഫ്, ലോമത്, മീം, നൂൻ, എ. സുറിയാനി ഭാഷയിലെ 22 അക്ഷരങ്ങൾ എഴുതുന്ന രീതി നാം ഇന്ന് കണ്ടു. അതിൽ വ്യത്യാസമുള്ള അക്ഷരങ്ങളുടെ രീതിയും നാം കണ്ടു. ഇടത്തോട്ട് വരെയുള്ള അക്ഷരങ്ങളുടെ കൂടെ വരുന്ന അക്ഷരങ്ങളും ഒരു വാക്കിൻ്റെ അവസാനം വരുന്ന അക്ഷരങ്ങളുടെ രൂപവ്യത്യാസവും നാം കണ്ടു. സുറിയാനി അക്ഷരങ്ങളിൽ അവ അവസാനം വരുന്ന അക്ഷരങ്ങൾ, വാക്കുകളുടെ അവസാനം വരുന്ന അക്ഷരങ്ങൾ, അവ പലതും ഇടത്തോട്ട് വരെയുള്ള അക്ഷരങ്ങളാണ്. എന്നാൽ ഇടത്തോട്ട് വരെയുള്ള അക്ഷരങ്ങൾ ആ രീതിയിൽ വന്ന ആ വര ഇടത്തോട്ട് നീണ്ട് നിന്ന് അങ്ങനെ എഴുതുമ്പോൾ ആ എഴുത്ത് കാണുന്നതിന് ഒരു ഭംഗിക്കുറവുണ്ട്. അതുകൊണ്ടാണ് ആ എൻഡിങ് ലെറ്ററുകൾ അത് ഒരു ഒതുക്കത്തിൻ്റെതാകുന്ന രീതിയിൽ, ഒതുങ്ങിയ രീതിയിൽ അത് ക്രമീകരിച്ചിരിക്കുന്നു. ഈ അക്ഷരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ
മനുഷ്യ ജീവിതത്തിലും കുത്തിമുറിവേൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു രീതിയും സമീപനവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇടത്തോട്ട് വരെയുള്ള അക്ഷരങ്ങളിങ്ങനെ ഒരു ശൂലം പോലെ നീണ്ടു നിൽക്കാതെ അവയൊന്ന് ഒതുങ്ങി മടങ്ങി രൂപം മാറ്റം വന്ന് ഭംഗിയായിട്ട് നിൽക്കും. മനുഷ്യൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരെ കുത്തി മുറിവേൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു സമീപന രീതി നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർത്താൻ ഈ അക്ഷരങ്ങളുടെ ആ ഒതുക്കമുള്ള ഭാവം നമ്മെ പ്രേരിപ്പിക്കണം. കാരണം അത് അതിൻ്റേതാകുന്ന രീതിയിൽ ഒതുങ്ങിയാണ് നിൽക്കുന്നത്. ആ ഒരു ഒതുക്കം മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകാൻ തക്കവണ്ണം സുറിയാനി ഭാഷാ പഠനത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അത് നിങ്ങൾ കണ്ട് പഠിക്കാൻ തക്കവണ്ണം ശ്രമിക്കുക. അക്ഷരങ്ങൾ 4 വരെയുള്ള അല്ലെങ്കിൽ 4 ലൈനിട്ട ബുക്കുകളിൽ പേപ്പറുകളിൽ എഴുതി പഠിച്ച് ആ അക്ഷരത്തിൻ്റെതാകുന്ന വടിവൊട്ട ആ രീതിയിൽ ആ അക്ഷരങ്ങൾ എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പുള്ള ആ എപ്പിസോഡുകൾ കൂടെ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആ മുമ്പുള്ള എപ്പിസോഡുകൾ കൂടെ ഒന്ന് ശ്രദ്ധ വെച്ച് മനസ്സിലാക്കി ഭാഷാ പഠനത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.